പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ടിലോങ്കിലും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, JSC മിഷൻ മോഡറേറ്റേഴ്സ്, ഇന്നത്തെ വായനയ്ക്കായിട്ട് വന്നുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സുറിയാനി പൈതൃകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്രോതസ്സാണ്. ഇതര സഭകളൊക്കെ ഗ്രീക്ക്, ലാറ്റിൻ മൂലങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുമ്പോൾ സുറിയാനി സഭയ്ക്ക് അതിൻ്റെ തനതായ പൈതൃകം സുറിയാനി മൂലത്തിലാണ്. ഇന്ന് നാം വായനയ്ക്ക് ഉപയോഗിക്കുന്ന സുറിയാനി പെഷീത്തായിൽ നിന്നുള്ള പരിഭാഷ നമ്മുടെ വന്യനായ ആർച്ച് കോർപ്പിസ്കോപ്പ കണിയാമ്പറമ്പിൽ അച്ഛൻ പരിഭാഷപ്പെടുത്തിയത് സുറിയാനി, മുമ്പ് ഞാൻ പറഞ്ഞ പെഷീത്ത മൂലത്തിൽ നിന്നാണ്. ഇന്ന് ഞാൻ സാധാരണ സുവിശേഷങ്ങളിൽ നിന്ന് എടുക്കുന്നത് പോലെയുള്ള ഒരു വേദഭാഗത്തിൽ നിന്ന് പറയുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. അഭിവന്ദനായ തീമോത്തിയോസ് തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിപ്പിച്ചതുപോലെ ഇന്ന് സുറിയാനി ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയനായ ഒരു പിതാവിനെ ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ആകമ്മാന സുറിയാനി സഭ മാബൂഗിലെ മോർ ഫിലക്സീനോസ് ബാവായുടെ 1500 ചരമ ദിനം അല്ലെങ്കിൽ ദുഃഖറോനോ ഇന്ന് ആചരിക്കുന്നു. ഡിസംബർ 10 അതൊരു ഞായറാഴ്ച കൂടിയായി വന്നതുകൊണ്ട് സഭ മുഴുവൻ ഈ ദിവസത്തിന് പരിശുദ്ധ പിതാവിനെ ഓർക്കുവാനും അനുസ്മരിക്കുവാനും ആ പിതാവിൻ്റെ വലിയ സംഭാവനകളെ അറിയുവാനുമുള്ള ഒരു ദിവസമായി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. മോർ ഫിലക്സിനോസ് ഓഫ് മാബൂഗ് അഥവാ മാബൂഗിലെ മോർ ഫിലക്സിനോസ് എന്നറിയപ്പെടുന്ന ഈ പിതാവ് AD 540 അടുത്ത്, 40 ശേഷം 50 മുമ്പായി കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജനന വർഷം അറിഞ്ഞുകൂടാ, അദ്ദേഹം ജനിച്ചു എന്നുള്ളതാണ് അപ്രേം പ്രഥമൻ പാത്രിയർക്കീസ് ബാവാ തിരുമേനി ചിതറിയ മുത്തുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഇതര പുസ്തകങ്ങളിലും വലിയ വ്യത്യാസമില്ലാതെ തന്നെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എല്ലാ രേഖകളിലും AD 523 ഡിസംബർ 10 എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനമായി ഇന്ന് നാം ആചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സംഭാവനകൾ എന്നുള്ളത് ഏതൊരു സുറിയാനി സഭാംഗത്തെയും ആവേശം കൊള്ളിക്കുന്നതും ആ മഹത്തായ ജീവിതത്തിൻ്റെ സ്വാധീനം നാം ഇന്നും അനുഭവിക്കുന്നവരുമാണ്. അദ്ദേഹം ഇറാഖിലെ ഒരു സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ
തൂറബ്ദീനിലേക്ക് കൊണ്ടുപോയി. തൂറബ്ദീൻ എന്ന പദം എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. സുറിയാനി സഭയിലെ ഏറ്റവും പ്രശസ്തമായ മോർ ഗബ്രിയേൽ ദേറ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തൂറബ്ദീൻ. തൂറബ്ദീൻ എന്ന വാക്കിന്റെ അർത്ഥം ദാസന്മാരുടെ പർവ്വതം എന്നാണ്, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ പർവ്വതം. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AD 303 മുതൽ അവിടെ സുറിയാനി സഭയ്ക്ക് ഒരു ദേറ ഉണ്ട്. ആ ദേറായിൽ അന്ന് അറിയപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിൽ നിന്നും സന്യാസാർത്ഥികൾ വന്നു ചേരുകയും വൈദിക വിദ്യാർത്ഥികൾ വന്നു ചേരുകയും പഠിക്കുകയും സഭാ പാരമ്പര്യങ്ങളും ഭാഷയും ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാകേന്ദ്രം കൂടിയായിരുന്നു. അങ്ങനെയാണ് മോർ പീലക്സിനോസ് അവിടെ വന്നു ചേർന്നത്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ പേര് അക്സനോയോ എന്നാണ്. അക്സനോയോ എന്നാൽ പരദേശി എന്നൊക്കെയാണ് ആ വാക്കിന്റെ സുറിയാനിയിലുള്ള വാക്കിന്റെ അർത്ഥം. ഈ അക്സനോയോ എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിലുള്ള പദമാണ് ഫിലക്സിനോസ്. അതായത് അതിഥികളെ, അപരിചിതരെ, വിദേശികളെ സ്വീകരിച്ച് ആദരിക്കുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഏതായാലും നമുക്ക് അക്സനോയോയുടെ തൂറബ്ദീനിലെ ജീവിതത്തിലേക്ക് പോകാം. അവിടെ അദ്ദേഹം സുറിയാനി, ഗ്രീക്ക്, സഭാ വിശ്വാസ സംഹിതകൾ, അതായത് ഡോക്ട്രീൻസ് ഓഫ് ദ ചർച്ച്, അദ്ദേഹം അവിടെ പഠിച്ചു. നല്ല വ്യുൽപ്പത്തി നേടിയ പഠനം അദ്ദേഹത്തിന് മോർ ഗബ്രിയേൽ ദേറായിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. പല കാരണങ്ങളാൽ അദ്ദേഹം പിന്നീട് അവിടുന്ന് എഡേസായിലേക്ക് താമസം മാറി. എഡേസായാലും വളരെ പ്രശസ്തമായ ഒരു വിദ്യാ കേന്ദ്രം അന്നത്തെ സഭയ്ക്ക് ഉണ്ടായിരുന്നു. ആ വിദ്യാനികേതനത്തിൽ അദ്ദേഹം പഠനം തുടർന്നു. ഗ്രീക്ക് ഭാഷയിലും സുറിയാനി ഭാഷയിലും സഭാവിജ്ഞാനീയത്തിലും അതിശ്രേഷ്ഠമായ പഠനം അദ്ദേഹം നടത്തുകയും തൻ്റെ സമകാലീനരിൽ വളരെ ഉന്നതമായ ഒരു വാഗ്മിയും എഴുത്തുകാരനും വിശ്വാസ സംരക്ഷകനുമായി അദ്ദേഹം വളരുകയുണ്ടായി. അക്കാലത്ത് അദ്ദേഹം നേരിടേണ്ടി വന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, AD 431 സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നെസ്തോറിയോസിന്റെ അനുഗാമികൾ പ്രചരിപ്പിച്ചിരുന്നതായ വിരുദ്ധോപദേശങ്ങളുടെ സ്വാധീനം. അതായത് ജനിച്ചവനായ ക്രിസ്തു ദൈവമല്ലായിരുന്നു എന്നുള്ളതായ പഠിപ്പിക്കൽ, ദൈവത്വം യേശുക്രിസ്തുവിൽ വന്ന് ചേരുകയായിരുന്നു എന്നും അതുകൊണ്ട് മറിയാം വഹിച്ചവൾ ദൈവത്തെ അല്ല വഹിച്ചത്, ക്രിസ്തുവിനെയാണ് വഹിച്ചത് എന്നുള്ളതായ ചിന്താഗതി. അത് 431 എഫേസോസ് സുന്നഹദോസ് തള്ളിക്കളഞ്ഞു. പക്ഷേ നെസ്തോറിയ വിശ്വാസത്തിലെ അനുകൂലിച്ചിരുന്ന ആളുകൾ അവരുടെ പഠിപ്പിക്കലുകൾ, സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ള അവരുടെ രചനകൾ ഒക്കെ ധാരാളമായിട്ട് സത്യവിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അതേ തുടർന്ന് AD 451 കൽക്കിദവൻ സുന്നഹദോസിൽ നടന്ന
ചില തീരുമാനങ്ങൾ വീണ്ടും സുറിയാനി സഭയ്ക്ക് എതിരായി. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും യേശുക്രിസ്തുവിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്തിരുന്നത്, അത് രണ്ടു കൂട്ടരും സമ്മതിക്കുന്ന പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ഉണ്ടെങ്കിലും അത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വേദശാസ്ത്ര തർക്കങ്ങളെന്ന് ഉണ്ടായി. അങ്ങനെ സഭയിൽ വീണ്ടും ഒരു വേർതിരിവുണ്ടായി. കൽക്കിദോൻ സുന്നഹദോസ് സുറിയാനി സഭ അംഗീകരിച്ചില്ല. അതിൻ്റെ പേരിൽ കൽക്കിദോൻ അംഗീകരിക്കുന്ന പാശ്ചാത്യ പിതാക്കന്മാർ സുറിയാനി സഭയെ അല്ലെങ്കിൽ കോപ്റ്റിക് സഭയെയും ഉൾക്കൊള്ളുന്ന ആ സത്യവിശ്വാസ സമൂഹത്തെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വളർന്നു വരുന്നത്. രണ്ടു വശത്തു നിന്നുമുള്ള ശക്തമായ വിശ്വാസ വ്യതിയാന സ്വാധീനങ്ങൾക്ക് ശക്തമായ എതിർപ്പ്, ചെറുത്തുനിൽപ്പ് അദ്ദേഹം നടത്തുകയും സത്യവിശ്വാസത്തെ നിലനിർത്തുന്ന ലേഖനങ്ങളൊക്കെ അദ്ദേഹം എഴുതുകയും ചെയ്തു. അദ്ദേഹം ഈ ഇരുസ്വഭാവ പക്ഷക്കാരായ ആളുകളെ സഭയിൽ നിന്ന് നീക്കം ചെയ്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AD 485 അന്ത്യോക്യ പാത്രിയർക്കീസായിരുന്ന ഫ്ലാവിയനെ മാറ്റി പിന്നീട് 508 മാർ സേവേറിയോസിനെ അന്ത്യോക്യ പാത്രിയർക്കീസായി വാഴിക്കുവാനൊക്കെ മുൻകൈ എടുത്തതും അതിനാവശ്യമായ പ്രചാരണം നടത്തിയതും അതിനുവേണ്ടിയുള്ള സുറിയാനി സഭയുടെ സുന്നഹദോസ് വിളിച്ചു കൂട്ടിയതുമൊക്കെ ഈ പിലക്സിനോസാണ്. ഇതൊരു ഏകദേശ പശ്ചാത്തലം. അദ്ദേഹം ഈ സത്യവിശ്വാസ സംരക്ഷണാർത്ഥം അനേകം ഗ്രന്ഥങ്ങൾ എഴുതി, പ്രസംഗങ്ങൾ ചെയ്തു, സഭയിൽ സത്യവിശ്വാസം നിലനിർത്തി. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തതാണ് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേദപുസ്തക സംബന്ധമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അതായത് ഈ വേദവിപരീത അല്ലെങ്കിൽ വിശ്വാസ വ്യതിചലനങ്ങളെ എതിർക്കുവാനായിട്ടുള്ള ആ വേദവാക്യങ്ങളുടെ പരിഭാഷ സുറിയാനി പെഷീത്തായിൽ ഉണ്ടായിരുന്നത് പരിഷ്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഗ്രീക്ക് മൂലവുമായിട്ട് ഒത്തുചേർത്ത് അതിന് കൃത്യത വരുത്തുവാനായിട്ട് ഒരു യത്നം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കോറപ്പിസ്കോപ്പായിരുന്ന പോളികാർപ്പോസിനെ അദ്ദേഹം അക്കാര്യത്തിനായിട്ട് നിയോഗിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ സുറിയാനി പെഷീത്ത ബൈബിൾ ഗ്രീക്ക് മൂലവുമായിട്ട് പരിശോധിച്ചുകൊണ്ട് ഒരു കൃത്യമായ ഒരു പതിപ്പ് അദ്ദേഹം തയ്യാറാക്കുവാനായിട്ട് പരിശ്രമിച്ചു. അതാണ് വളരെ പ്രശസ്തമായ ഫീലക്സീനിയൻ വേർഷൻ ഓഫ് ദ സിറിയക് ബൈബിൾ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് ആ ദൗത്യം നിർവഹിച്ചു. പക്ഷേ അതിലെ ഭാഷാ കൃത്യതയാണ് അദ്ദേഹം കൂടുതലും അവിടെ ശ്രമിച്ചതും ഗ്രീക്ക് മൂലവുമായിട്ടുള്ള താരതമ്യത്തിലെ കൃത്യതയാണ് അദ്ദേഹം പരിശോധിച്ചത്. അപ്പോൾ അതുകൊണ്ട് സുറിയാനി പെഷീത്ത ബൈബിൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സുറിയാനി സഭയിൽ ഇദ്ദേഹത്തിൻ്റെ പരിഭാഷകൾക്ക് ജനസാമാന്യത്തിൻ്റെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടിയില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പരിഭാഷ ഒരു ലിറ്റർജിക്കൽ ടെക്സ്റ്റ് ആയിരുന്നില്ല. സുറിയാനി പാരമ്പര്യത്തിൽ ബൈബിള്
ബേസിക് ആയിട്ടൊരു ലിറ്റർജിക്കൽ ടെക്സ്റ്റാണ്. അതായത് നമ്മുടെ വേദവായന കുറിപ്പുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആണ്ടടക്കമുള്ള വായനകളിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭാഗങ്ങളെല്ലാം ചേർത്ത് വന്ന് നോക്കുമ്പോൾ ജനസ്വീകാര്യത ഉണ്ടായിരുന്നതും ജനസമ്പർക്കം ഉണ്ടായിരുന്നതും പെഷീത്ത ബൈബിളാണ്. പെഷീത്ത വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പരിഭാഷ ആയതുകൊണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ വളരെ സ്വാധീനമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ ട്രാൻസ്ലേഷൻ ആയിരുന്നു മോർ ഫീലക്സീനോസ് ഓഫ് മാബൂഗിൻ്റെ സുറിയാനി വിവർത്തന പരിഷ്കരണം. അതുകൊണ്ട് തന്നെ അത് ഭൂരിപക്ഷവും പിന്നീട് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ രചനകളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഒരു 2-3 മാനസ്ക്രിപ്റ്റുകൾ ഫീലക്സീനോസിന്റെ പരിഭാഷയിൽ ഉൾപ്പെട്ടിരുന്നത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആർതർ ബബൂസ് എന്ന് പറയുന്ന ഒരു സുറിയാനി ഗവേഷകൻ അതേക്കുറിച്ച്, ആ മാനസ്ക്രിപ്റ്റുകളെ കുറിച്ചൊക്കെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സുറിയാനി പെഷീത്ത ബൈബിളിനെ മോർ ഫീലക്സീനോസിന്റെ നേതൃത്വത്തിൽ പോളികാർപ്പോസും അദ്ദേഹത്തെ തുടർന്ന് തോമസ് ഹർക്കലയോ എന്ന് പറയുന്ന ഒരു സുറിയാനി സഭയുടെ ബിഷപ്പും ചെയ്ത സേവനം അതിമഹത്തരമാണ്, നാം മറന്നുപോകാൻ പാടില്ലാത്തതാണ്. തോമസ് ഹർക്കലോയോ ഫീലക്സീനോസിന് ശേഷം ഈ സുറിയാനി ബൈബിൾ ഗ്രീക്ക് മൂലവുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി വീണ്ടും അത് പരിഷ്കരിച്ച ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ്. ആ കാലഘട്ടത്തിൽ തന്നെ അടുത്ത നൂറ്റാണ്ടിൽ ടെല്ലയിലെ പോൾ ഓഫ് ടെല്ല എന്ന് ഇംഗ്ലീഷിൽ പറയും, ടെല്ല എന്ന സ്ഥലത്ത് ഒരു പൗലൂസ് എന്ന പേരുള്ള ഒരു മെത്രാപ്പൊലീത്തായും പഴയ നിയമം സുറിയാനിയുടെ ഭാഷയിലേക്ക് ഗ്രീക്ക് മൂലവുമായിട്ട് സെപ്ത്വജിന്റ് ബേസ് ചെയ്ത് പരിഷ്കരിച്ച് പരിഭാഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വലിയ ഫീലക്സീനോസും പോളികാർപ്പോസും ചെയ്ത ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് പെഷീത്ത ബൈബിളിന്റെ പൂർവ്വ കാനോനിൽ, ആദ്യ കാനോനിൽ ചെറിയ കാതോലിക ലേഖനങ്ങൾ ഇല്ലായിരുന്നു. 2 പത്രോസ്, 1, 2, 3 യോഹന്നാൻ, വെളിപാട്, ഈ പുസ്തകങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഈ സുറിയാനി ബൈബിൾ കാനോനിനോട് ചേർത്ത് ഈ ചെറിയ കാതോലിക ഗ്രന്ഥങ്ങളും വെളിപാട് പുസ്തകവും ഒക്കെ സഭയ്ക്ക് സ്വീകാര്യമായ വിധത്തിൽ അത് ചേർത്തത്, സുറിയാനി ബൈബിളിനോട് ചേർത്ത് ഗ്രീക്ക് ബൈബിൾ മൂലവുമായിട്ടും ലോകത്തിലെ എല്ലാ പുതിയ നിയമ കാനൂനുകളുമായിട്ടും കൃത്യമാക്കി ചേർക്കുന്നത് ഈ ഫീലക്സീനോസ് ഓഫ് മാബൂഗിന്റെ വലിയ സംഭാവനയാണ്. ഇന്ന് നാം ഓർക്കുന്ന ഈ പിതാവ് 1500ാമത് അനുസ്മരണ ദുഃഖറോനോ സഭ ഓർക്കുമ്പോൾ ഈ പിതാവ് ചെയ്തിട്ടുള്ള അതിമഹത്തായ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നെസ്തോറിയ വിശ്വാസത്തിനെതിരായിട്ട് 10 ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാൽസിഡോൺ തീരുമാനങ്ങളുടെ വസ്തുതയില്ലായ്മയെ സംബന്ധിച്ച് അദ്ദേഹം 13 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ വിശ്വാസ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ അനേകം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു വിശുദ്ധ കുർബാന തക്സ അദ്ദേഹം എഴുതി, 2 തക്സ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഇപ്പോഴും നമ്മുടെ സഭകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് പല പള്ളികളിലും വൈദികർ ആ ക്രമം ഉപയോഗിച്ച് വിശുദ്ധ കുർബാന ചൊല്ലിക്കാണും.
മോർ ആദായി സ്റ്റഡി സെന്റർ എന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള കുർബാന തക്സാകളിൽ ഈ ഫീലിക്സിനോസ് ഓഫ് മാബൂഗിന്റെ പുസ്തകം കുർബാന തക്സായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സുറിയാനിയിലും തന്നെ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 33 ക്രമങ്ങൾ അടങ്ങിയ ഒരു തക്സായിലെ അതിൻ്റെ മലയാളം പരിഭാഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മോർ ഫിലിക്സിനോസ് ബാവ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു സഭാപിതാവാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള യാമപ്രാർത്ഥനകൾക്ക് സമാന്തരമായി നമുക്ക് ഉപയോഗിക്കാവുന്ന രഹസ്യ പ്രാർത്ഥനകളുടെ ഒരു സമാഹാരമുണ്ട്. അത് നമ്മുടെ പാമ്പാക്കട നമസ്കാരത്തിൽ ഉൾപ്പെട്ട് രഹസ്യ പ്രാർത്ഥന എന്ന പേരിൽ അത് അവിടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ആത്മിക ജീവിതത്തിൽ വേദപുസ്തകപരമായിട്ടും ആരാധനാപരമായിട്ടും നമ്മുടെ പ്രാർത്ഥനാനുഭവമായിട്ടും ഒക്കെ ഇന്നും സജീവമായിട്ട് നിൽക്കുന്ന ഒരു വലിയ പിതാവാണ് മോർ ഫിലിക്സിനോസ് ഓഫ് മാബൂക്ക്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. മോർ ഗബ്രിയേൽ ദയറായിൽ അദ്ദേഹത്തിൻ്റെ കബറിടം, അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം ദൈവം 2008 എനിക്ക് നൽകുകയുണ്ടായി. ആ വലിയ സ്മരണകൾ എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.